ഇരിങ്ങാലക്കുട പോറത്തിശ്ശേരി സ്വദേശിയുടെ സൈക്കിളിന് കുറുകെ പട്ടിച്ചാടിയതിനെ തുടർന്ന് വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ആൾ മരിച്ചു. പോറത്തിശ്ശേരി സ്വദേശി പൗലോസ് ആണ് മരിച്ചത്. അതിനിടെ കരുവന്നൂർ ബാങ്കിൽ നിന്നും ചികിത്സയ്ക്കായി നിക്ഷേപിച്ച തുക ലഭിച്ചില്ലെന്ന പരാതിയുമായി വീട്ടുകാർ രംഗത്തെത്തി. 2024 ഓഗസ്റ്റ് 28-നായിരുന്നു അപകടം. ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിലെ ലോട്ടറി കടയിലേക്ക് രാവിലെ 7 മണിയോടെ വീട്ടിൽ നിന്ന് സൈക്കിളിൽ പോകുമ്പോഴാണ് അപകടം. സ്വകാര്യ വ്യക്തി വളർത്തുന്ന നായ റോഡിലൂടെ പോകുകയായിരുന്ന പൗലോസിന്റെ സൈക്കിളിലേക്ക് എടുത്തു ചാടുകയും നിയന്ത്രണം വിട്ട് റോഡിൽ തലയടിച്ച് വീണതിനെ തുടർന്ന് അബോധാവസ്ഥയിൽ ആവുകയുമായിരുന്നു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ നടത്തിയെങ്കിലും സാമ്പത്തിക പ്രശ്നം മൂലം പിന്നീട് വീട്ടിലായിരുന്നു ചികിത്സ. ഇന്നലെയാണ് പൗലോസ് മരണപ്പെട്ടത്. കരുവന്നൂർ ബാങ്കിൽ നിക്ഷേപം ഉണ്ടായിരുന്നുവെങ്കിലും ചികിത്സയ്ക്ക് ആവശ്യമായ പണം ലഭിച്ചിരുന്നില്ലെന്ന് ഭാര്യ വെറോണിക്ക ആരോപിച്ചു. 10 വർഷം മുമ്പ് 4 ലക്ഷം രൂപ കരുവന്നൂർ ബാങ്കിന്റെ പോറത്തിശ്ശേരി ശാഖയിൽ നിക്ഷേപിച്ചിരുന്നു. 50,000 രൂപയുടെ സ്ഥിര നിക്ഷേപവും ഉണ്ടായിരുന്നു. തൃശൂരിലെ ചികിത്സയ്ക്ക് 10 ലക്ഷത്തോളം രൂപ ചെലവായി. ചികിത്സയ്ക്കായി പണം ആവശ്യപ്പെട്ട് എല്ലാ മാസവും ബാങ്കിൽ കത്ത് നൽകുമായിരുന്നുവെങ്കിലും 10,000-ഉം 20,000-ഉം ഒക്കെയാണ് കിട്ടിയിരുന്നത്. ചികിത്സയ്ക്ക് ഒരു മാസം 1.5 ലക്ഷത്തോളം രൂപയാണ് ചിലവ് വന്നിരുന്നത്. ഉള്ളതെല്ലാം വിറ്റുപെറുക്കി ചികിത്സിച്ചിട്ടും ഇപ്പോൾ 5 ലക്ഷം കടമായി. ബാങ്കിൽ നിന്ന് ഇനിയും 2.5 ലക്ഷത്തോളം കിട്ടാനുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ചയും ബാങ്കിലേക്ക് വിളിച്ചിരുന്നു. പക്ഷേ പണം കിട്ടിയില്ലെന്നും പൗലോസിന്റെ ഭാര്യ വെറോണിക്ക പറഞ്ഞു. 4 ലക്ഷം ഡെപ്പോസിറ്റ് ഉണ്ടായിരുന്നു. ലെറ്റർ കഴിഞ്ഞ മാസം വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഇനി ബാക്കിയുള്ള മുഴുവൻ പൈസയും തരണം. പൗലോസാറിന്റെ ചികിത്സ സഹായത്തിന് പൈസയില് ഞങ്ങൾക്ക് വേറെ കിട്ടാൻ വഴിയില്ല. അപ്പൊ കടം മേടിച്ചിട്ടൊക്കെ ചെയ്തെന്ന് പറഞ്ഞിട്ടും അവര് ഞാൻ വെള്ളിയാഴ്ച 13-ാം തീയതി വിളിച്ചു. അപ്പൊ പറഞ്ഞു ഇവിടെ ആരും അടച്ചിട്ടില്ല, അടച്ചാ വിളിക്കാന്ന് പറഞ്ഞു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.